പെട്രോളിനും ഡീസലിനും മോദിജി 2 രൂപ തീരുവ കൂട്ടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നതിനനുസരിച്ച് ഇവിടെ തീരുവ കൂട്ടുമ്പോൾ ശരിക്കും വില കൂടില്ലല്ലോ. മുമ്പൊരു കേന്ദ്രമന്ത്രി പറഞ്ഞത് അങ്ങനെയാണല്ലോ. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എത്തിയപ്പോഴാണ് തീരുവ കൂട്ടി കൊള്ളയടിക്കുന്നത്. കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കെയാണ് എണ്ണവില നിയന്ത്രിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് കൈമാറിയത്. അന്ന് പെട്രോൾ വില നിർണായകാവകാശം മാത്രമാണ് എണ്ണ കമ്പനികൾക്ക് നൽകിയത്. അന്നതിന് നഖശിഖാന്തം എതിർക്കുകയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലിറ്ററിന് 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തവരാണ് BJP. അവരാകട്ടെ അധികാരത്തിൽ വന്ന ഉടനെ പെട്രോളിന് പുറമെ ഡീസലിന്റെ ഉൾപ്പെടെ വില നിർണയാധികാരം എണ്ണ കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തു. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നതിനനുസരിച്ച് ഉപഭോക്താക്കൾക്ക് വിലക്കുറവ് ലഭിക്കാനാണ് ഇങ്ങനെ കമ്പനികൾക്ക് നിർണയാധികാരം കൊടുക്കുന്നതെന്നാണ് മോദിജിയും മറ്റ് ജികളും അന്ന് തള്ളിയത്. അന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $110, അത് $60, ഏതാണ്ട് പകുതിക്കടുത്ത്. എന്നിട്ടും വില പഴയ കോൺഗ്രസ് ഭരണത്തെക്കാൾ 2 കൂടുതൽ. ക്രൂഡ് ഓയിൽ വില വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എണ്ണ കമ്പനികൾ 1 രൂപ പോലും കുറയ്ക്കുന്നില്ല. പകരം കേന്ദ്രം തീരുവ കൂട്ടി. ഫലത്തിൽ ചൂഷണം പഴയപടി. എണ്ണ കമ്പനികളും കേന്ദ്രവും ഒരേപോലെ. മുമ്പ് എണ്ണ വ്യാപാരം രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുത്തകയായിരുന്നു. അതാണ് സ്വകാര്യ കുത്തക എണ്ണ കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തത്. അക്കാര്യത്തിലും കോൺഗ്രസും BJPയും ബായി. ക്രൂഡ് ഓയിൽ വില $60 നിരക്ക് കണക്കാക്കിയാൽ ലിറ്ററിന് വെറും 20 രൂപയായി പെട്രോളിന് വരും. എല്ലാ നികുതിയും ഉൾപ്പെടെ ലിറ്ററിന് 50 രൂപയ്ക്കെങ്കിലും ഉപഭോക്താക്കൾക്ക് ലഭിക്കാൻ എന്തുകൊണ്ടും അവകാശമുണ്ടെന്നിരിക്കുകയാണ് ഈ കാട്ടുകൊള്ള. ഇതിനിടയിൽ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് കൂടിയുണ്ട്. പാചകവാതക വില സിലിണ്ടറിന് 50 രൂപയും കൂടെ കൂട്ടിയിട്ടുണ്ട്.